എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു. ഘട്ടത്തിൽ അതെ, നിവിൻ പോളി വർക്ക് ഫ്രം ഹോമാണ്. നിവിൻ പോളിയല്ലേ ജോസഫി വർക്ക് ഫ്രം ഹോം. നമ്മൾ എങ്ങോട്ട് പോവാ? നമ്മളിപ്പോൾ ഹാർലം പോവാം. പക്ഷെ അവിടെ എന്നാ ചുമ്മാ എന്തൊക്കെയോ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ആംസ്റ്റർഡാം പോലെ തന്നെ വേറൊരു ടൗൺ എന്ന് പറയാം, അല്ല സിറ്റി എന്ന് പറയാം. അവിടെ ചെന്ന് നമ്മൾ ചുമ്മാ നേരം കറങ്ങും. അത് കഴിഞ്ഞിട്ട് ആംസ്റ്റർഡാമിലൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അവിടെ വന്ന് ക്രിസ്മസ് മാർക്കറ്റ് ഇവിടെ കാണിക്കാം. രാവിലെ തൊട്ട് മഴയായി. ഇറങ്ങാനും ഒരു മടിയായി. അതെ, അപ്പം ഞങ്ങൾ മടി പിടിച്ച് 4:30 വരെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. രാവിലെ ഞങ്ങൾ എന്താ കഴിച്ചിരുന്നു? പാൻകേക്സ് കഴിച്ചു. അടിപൊളി പാൻകേക്സ് വിത്ത് ബനാന ഹണി പീനട്ട് ബട്ടർ മിൽക്ക് സോസ് അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ലഞ്ചിന് കഴിച്ച വെജിറ്റബിൾ ഫെറ്റോസ്. ഫോട്ടോ എടുത്തില്ലല്ലേ? ഫോട്ടോ ഇല്ല, ആക്രാന്തം മൂലം ഉണ്ടല്ലോ. ഒന്നിരുന്ന് തിന്നു, മൊത്തം തന്നെ തീർത്തു. അപ്പോൾ ഈ ട്രിപ്പിന് ജ്യൂസ് ഇല്ല. ഞങ്ങൾ 3 പേരും കൂടെ പോകുന്ന ജ്യൂസ് പണി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നിട്ട് കാണിക്കാമേ. അപ്പോൾ ട്രാമിൽ ഇരുന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ട്രാമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് സാഹചര്യം മൂലം ഞങ്ങളുടെ പ്ലാൻ ചെയ്യേണ്ടി വന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ഞങ്ങൾ ഓർത്തു ഇവിടെ ഒരു സ്നോ സ്കേറ്റിൻ്റെ സ്ഥലമുണ്ട്, മ്യൂസിയം പ്ലാനിൽ വെച്ചുകൊണ്ട് സ്ഥലത്ത്. അപ്പോൾ അവിടെ വന്നിട്ട് ഇവർക്ക് അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇച്ചിരി നേരം ഈ പിള്ളേരൊക്കെ സ്കേറ്റ് ചെയ്യുന്നതും കുറേ പേര് അടിച്ച് തല്ലി വീഴുന്നതും ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. ഈ സ്ഥലം നല്ല രസമുണ്ട്. എന്താണ് ഈ ഏരിയ മൊത്തം അവർ ഭയങ്കര ക്രിസ്മസി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കാം. മിക്കവാറും നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ തന്നെ ക്രിസ്മസ് മാർക്കറ്റും അടുത്തായിട്ട് തന്നെ തുടങ്ങും. ഇതേ ഉള്ളൂ ഇന്ന്. ഇതവർ കാണിച്ചത് ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചുകൊണ്ട്. ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം തുടങ്ങുന്നത് നവംബർ ലാസ്റ്റ് വീക്കും ഡിസംബർ ഫസ്റ്റ് വീക്കും ഉണ്ട്. പക്ഷെ ഇത് രസമുണ്ടല്ലേ? എനിക്കറിയായിരുന്നെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കായിരുന്നു. നെയ്യാത്താണ് അതിന് നടുവിടിഞ്ഞ വല്ലതും കിടന്നാൽ പിന്നെ അത് മതി. എനിക്ക് ഓൾറെഡി നടുവിൻ്റെ പ്രശ്നം. പക്ഷെ എന്നാലും നമുക്ക് ഇച്ചിരിയെങ്കിലും അറിയണ്ടേടാ അതേലും എങ്ങനെ നിൽക്കുന്നത്. ഒന്നാമത് അത് ബ്ലേഡിലാണ് നിൽക്കുന്നത്. ഈ പുള്ളിയുടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തിന് ആംസ്റ്റർഡാമിൽ എവിടെ നോക്കിയാലും ക്രിസ്മസ് ഡെക്കറേഷൻ അടിപൊളിയായിട്ടും ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുകൂടാതെ അവർ ക്രിസ്മസ് ഡെക്കറേഷൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ലൈറ്റ്സ് ഈ വോം യെല്ലോ കളറാണ്. വോം ലൈറ്റ്സ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എന്ത് അടിപൊളിയൊരു ഫീലാണെന്നറിയാം. നമ്മൾ ഏത് പിക്ചർ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു സെൽഫി എടുക്കുക, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക, എല്ലാത്തിൻ്റെ അടിപൊളി ബാക്ക്ഗ്രൗണ്ടും അടിപൊളി ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതൊരു നല്ല രസമാണ്. അത് ഭയങ്കര കൺസിസ്റ്റൻ്റാണ്. എല്ലായിടത്തും അവർ വോം ലൈറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അവർ വേറെ ഇങ്ങനെ മഞ്ഞ, ചുമല, പച്ച അങ്ങനെ പല കളർഫുൾ ലൈറ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലായിടത്തും ബൾബ്സ് ആണെങ്കിലും എല്ലാം വോം ലൈറ്റ്സ്. അപ്പോൾ ഫുൾ ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ എവിടെയൊക്കെ നിങ്ങൾ ലൈറ്റ്സ് കാണുന്നുണ്ട് അവിടെ എല്ലാവരും വോം ലൈറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് വന്ന ഒരു യൂണിഫോമിറ്റി ആയിട്ട് നമ്മൾ ഒരു കളർ തന്നെ പിടിച്ച് ഒരു കളറിൻ്റെ തന്നെ ഫുൾ ആംബിയൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് വേണ്ടി. നമ്മളിതിൽ ലൈറ്റ് സ്റ്റാർട്ടിൽ പോകും. ഞാൻ വോളിബോളൻ നമുക്കിവിടെ പോകാം. ബാ വോളിബോളൻ. പിന്നെ സ്ട്രീറ്റ്സൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ വോളിബോളിൻ്റെ സ്റ്റോൾ കണ്ടത്. എൻ്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാവാമല്ലോ എത്ര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ഞാൻ ആംസ്റ്റർഡാമിൽ ഇപ്പം വന്നിട്ട് 1.5 വർഷമായി. എന്നിട്ട് ഇതുവരെയായിട്ട് ഞാൻ വോളിബോളിന് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ കുറേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വിൻ്റർ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് വെച്ചുകൊണ്ടുള്ള വാശിയിൽ തന്നെയായിരുന്നു. ഈ സ്റ്റോർ നമുക്ക് വർഷത്തിൽ 3-4 മാസത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. വിൻ്റർ ടൈമിൽ മാത്രം അവർ ഓപ്പൺ ചെയ്യുന്ന സ്റ്റോഴ്സാണ്.
ഈ സംഭവത്തിൻ്റെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാൻ എടുത്തത് പ്ലെയിൻ ഓലിവ് ഓയിലാണ്. അതിൻ്റെ മുകളിൽ അവർ ഷുഗർ പൗഡർ ഇട്ട് തരും. പിന്നെ റേസിൻ ഉള്ളതുണ്ട്, ചോക്ലേറ്റ് ഉള്ളതുണ്ട്. കഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബോണ്ട ഇല്ലേ, അതിൻ്റെ ഭയങ്കര സോഫ്റ്റ് വേർഷൻ എന്ന് ആലോചിച്ചാൽ മതി. ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കും. എന്നിട്ട് ഇത് എണ്ണയ്ക്കകത്ത് മുക്കി വറുത്ത് എടുത്തിട്ട് ചൂടോടെ അവർ വിൻ്റേഴ്സ് സമയത്ത് കഴിക്കുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ഒത്തിരി മധുരമൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് സ്ട്രൂഫ് ഓഫീസിൻ്റെ സ്റ്റോർ കണ്ടത്. അപ്പം ഇവരിവിടം വരെ വന്നിട്ട് ആംസ്റ്റർഡാമിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം സ്ട്രൂഫ് ഓഫിലാണ്, അത് കഴിക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾ ഈ സ്ട്രൂഫ് ഓഫിൽസ് സ്റ്റോറിൽ കയറി. എന്നിട്ട് ഇവിടെ പല വെറൈറ്റി ഓഫ് സ്ട്രൂഫ് ഓഫിൽസ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടം പ്ലെയിൻ ആണ്. ഞാൻ എബിനോടും സജസ്റ്റ് ചെയ്തത് പ്ലെയിൻ വാങ്ങിക്കാനാണ്. ആദ്യം അവർ ആ ടേസ്റ്റ് അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ വേറെ ഫ്ലേവേഴ്സിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാമല്ലോ. അപ്പം ഈ കാണുന്ന ഫ്ലേവേഴ്സ് ആയിരുന്നു അവിടെ അവൈലബിൾ. എസ്പെഷ്യലി ഇങ്ങനത്തെ ഫ്ലേവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും പകുതി മുക്കാലും താഴെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴും. അപ്പം എപ്പോഴും ഫസ്റ്റ് ടൈം സ്ട്രൂഫ് ഓഫിൽസ് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നാച്ചുറൽ ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഇതിങ്ങനെ പപ്പടം പോലെ ഇരിക്കുന്ന സംഭവം, അതിൻ്റെ ഇടയ്ക്ക് അവർ അതിങ്ങനെ രണ്ടാക്കി എടുക്കും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് കാരമൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പം ഭയങ്കര തിൻ സ്ലൈസാണ്. ഇതൊരു പ്രീ പാക്കേജ്ഡും അവർ വിൽക്കുന്നുണ്ട്, അല്ലാതെ ഫ്രഷ്ലിയും കിട്ടും. അപ്പം ഞങ്ങളിപ്പം മ്യൂസിയം പ്ലെയിൻ്റെ അവിടെ ആയിട്ട് വന്നിട്ട് ഞങ്ങൾ ഓലിവ് ഓയിലിൻ ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൂടെ ഫസ്റ്റ് ടൈം കഴിച്ചു. യെസ്, അല്ലെങ്കിലും ഫസ്റ്റ് ടൈം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? യെസ്, അടിപൊളിയായിരുന്നു. പിന്നെ സൂപ്പർ, ഹൈലി റെക്കമെൻഡഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ കൊണ്ട് വെരി ഫേമസ് ട്രൂഫ് ഓഫേഴ്സ് കഴിപ്പിച്ചു. അത് ഇഷ്ടപ്പെട്ടോ? അത് അടിപൊളിയായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായി. നാച്ചുറൽ വൺ. കുറെ ടോപ്പിംഗ്സ് ഉള്ള മേടിച്ചില്ല. എന്നാന്ന് വെച്ചാൽ അത് ഭയങ്കര സ്വീറ്റ് ആയി പോയായിരുന്നു. ഞങ്ങൾ നോർമൽ നാച്ചുറലാണ് വാങ്ങിച്ചത്. അപ്പം അതിനകത്ത് നടുക്ക് മാത്രം കാരമൽ ഉള്ളത്. പക്ഷെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഓലിവ് ഓയിലൊന്നും കുറേ ഇഷ്ടപ്പെട്ടു. നല്ല ഇപ്പം ഞങ്ങൾ ചുമ്മാ മോമോസ് അടിക്കാനായിട്ട് വേണ്ടി ഞങ്ങൾ എപ്പോഴും വരുന്നൊരു ഹോട്ടലുണ്ട് ഇവിടെ, ഷ്യാൻ ഡെലിഷ്യസ് ഫുഡ് എന്ന് വെച്ചുകൊണ്ട്. എപ്പോഴും അവിടെ ക്യൂ ആണ്. എന്നാലും അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയി മോമോസ് കഴിക്കാനായിട്ട് വേണ്ടി പോവാണ്. സോ ആംസ്റ്റർഡാമിലുള്ളവർ, ഇല്ലാത്തവർ, വരാൻ താല്പര്യമുള്ളവർ, വന്നിട്ടുള്ളവർ ആരാണെങ്കിലും ഈ ഒരു സ്ഥലം ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യില്ല. ഇത് ഒത്തിരി എക്സ്പെൻസീവും അല്ല. എൻ്റെയും ജോസിൻ്റെയും പെർമനൻറ്റ് സ്റ്റോപ്പ് എന്ന് പറയാം. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കണം, ഒത്തിരി ചിന്തിക്കണ്ട. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ സേഫ് ഓപ്ഷൻ ഈ ഒരു റെസ്റ്റോറൻ്റാണ്. എന്താണ് ഇവിടെ ചെറിയ മെനു ആണ്. ഇപ്പം ഞങ്ങൾ പലവട്ടം പോയതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഡിഷ് എനിക്കറിയാം എന്താ ഞാൻ ഓർഡർ ചെയ്യുന്നത്. ഈ രണ്ട് സംഭവങ്ങളാണ് ഞാൻ ഇപ്പോഴും ഓർഡർ ചെയ്യുന്നത്. ഇവിടെ നൂഡിൽസ് അവർ ഹാൻഡ് മെയ്ഡ് നൂഡിൽസ് ആണ്, ഒന്നും പാക്കേജ്ഡ് അല്ല. അപ്പോൾ അവർ ഒത്തൻറ്റിക് ചൈനീസ് സ്റ്റൈൽ നൂഡിൽസും ഡംപ്ലിങ്സും ഒക്കെയാണ് സെർവ് ചെയ്യുന്നത്. എനിക്ക് കുറേ ഇഷ്ടമാണ്. പ്ലീസ് ഡു ട്രൈ ഇഫ് യു ആർ ഇൻ ആംസ്റ്റർഡാം. അപ്പോൾ എങ്ങനെയുണ്ട് നൂഡിൽസ്? മോമോസ് ആൻഡ് നൂഡിൽസ് അടിപൊളി. അപ്പോൾ അതായിരുന്നു എൻ്റെ തേർഡ് ഡേ വിത്ത് മൈ ഫ്രണ്ട്സ് റൂമിങ് അറൗണ്ട് ആംസ്റ്റർഡാം ആൻഡ് ഹാവിങ് ഡെലിഷ്യസ് ഫുഡ് ഇൻ ആംസ്റ്റർഡാം. ഇത്രയുള്ളായിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ഹാഡ് ഫൺ വാച്ചിങ് മൈ വീഡിയോ. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി കുറേ അടിപൊളി എക്സൈറ്റിംഗ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും, ബിക്കോസ് ഇറ്റ്സ് ക്രിസ്മസ് ടൈം. അപ്പം അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ.